ഇതെല്ലാം ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റില്ല. പക്ഷെ സത്യം ആവാണ്ടിരിക്കില്ല ഒരിക്കലും. ഞാൻ ഒരു ദിവസം കോട്ടയത്ത് പോയപ്പോൾ അവിടെ ഈ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ കെടുത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും ഞാനൊരു റേക്കി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടേക്ക് ഒന്ന് പോയി കണ്ട് എത്ര പാലിയേറ്റീവ് കിടക്കുന്ന ആൾക്കാരെയൊക്കെ കാണാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നടത്തുന്ന ഒരു സിസ്റ്റർ കോൺവെൻറ്റിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എൻ്റെ എവിടെ പോകുമ്പോഴും എൻ്റെ കയ്യിലൊരു ടാബ് ഉണ്ടാവും. ആ ടാബിൽ ഞാൻ ആൾക്കാർക്ക് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടാബിൽ ഇങ്ങനെ സിസ്റ്ററിനെ കാണിച്ചു കൊടുത്തു. സിസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റർ രക്ഷപ്പെടാനുള്ളത് നമ്മൾ പറഞ്ഞാലും വരില്ല. കാരണം അവർക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അവർ അനുഭവിച്ച് തന്നെ തീർക്കും. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സ്ത്രീ എന്നെ വിളിക്കുന്നത്. അവരുടെ ഒരു സിസ്റ്ററാണ് വിളിച്ചത്. സിസ്റ്റർ ടീച്ചറല്ലേ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ മോന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഓടിയൊന്നും എൻ്റെ അടുത്തേക്ക് ആരും വരില്ല, എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പരീക്ഷിക്കണേ. അതുവരെ പരീക്ഷണങ്ങളൊന്നുമില്ല, എല്ലായിടത്തും പോയി കഴിഞ്ഞിട്ടാണ്. അവർക്ക് ലിവറിൽ ക്യാൻസർ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6 കീമോ 12 റേഡിയേഷൻ ചെയ്തു. എൻ്റെ അനിയത്തിക്ക് സംഭവിച്ചതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ബ്രെയിൻ ട്യൂമറായി ഫുള്ളി അൺകോൺഷ്യസ് ആയിപ്പോയി. എന്നിട്ട് അവരെ തുണിയിലെടുത്തിട്ടാണ് അവിടേക്ക് ഒരു മോനും ചെറിയ കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കാൻ പറ്റില്ല എന്നാണ് അവർ തുണിയിലാണ് അവരെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് സിസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ഈ മോനോട് സംസാരിച്ച് മോനോട് വരാൻ പറഞ്ഞ് വേറെ ഒരു ഗുണം ഉണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ല. ഈ പച്ചമരുന്നുകൾ നമ്മുടെ പച്ചപ്പുല്ല് ഞാൻ ലക്ഷങ്ങൾ കോടികൾ വിലയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പച്ചപ്പുല്ല് തന്നെ ഞാൻ കൊടുക്കണത്. ആ പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കോടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചില്ലേ, ആ പച്ചപ്പുല്ല് മാത്രം തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ 4ാമത്തെ ദിവസം അമ്മ എണീറ്റിരുന്നു. അവള് തന്നെ പറയണം, അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് എന്താ സംഭവിച്ചെന്തെന്ന്. ഇത് മേരി ടീച്ചറെ കെട്ടുകഥയല്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് കേൾക്കാം നിങ്ങൾ, അവർ പറയുന്നത് ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതാം.